ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അല്ല കാണിക്കുന്നത്, ഫുള്ളായിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നതും അത് എങ്ങനെ ക്ലോത്ത്ക്ക് വേണ്ടിയിട്ട് മെഷർ ചെയ്യലൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ക്ഷമയോടുകൂടി കണ്ടാലേ അത് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞവർക്കുള്ള വീഡിയോ അല്ല. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അധികം പേരും ചോദിക്കും എങ്ങനെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ എപ്പോഴായാലും നമ്മളടുത്തൊരു ടാപ്പ് ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അളവെടുക്കുന്നത് പഠിച്ചാൽ ഈ ടാപ്പ് വെച്ചിട്ട് അളന്നിട്ട് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് അളന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് ബോഡിയിൽ നിന്ന് അളവെടുക്കണത് എങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയണത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കുറേ, കാരണം ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ലെങ്ത്താണ് ഞാൻ ആദ്യം പറയണത്. ഒരു ബോഡീൻ്റെ ഫുള്ള് ലെങ്ത്ത് പറഞ്ഞാൽ ഈ ഷോൾഡർ മുതൽ താഴെ വരെയാണ്. അപ്പോൾ നമ്മൾ ഉടുപ്പിനൊക്കെ അളവെടുക്കണമെന്നുണ്ടെങ്കിലാണ് അങ്ങനെ എടുക്കൽ, ഫുള്ള് ലെങ്ത്ത് ആക്കിയിട്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ലൈൻ കട്ടിൽ നമ്മൾ നീൻ്റെ അവിടെ വരെയുള്ള ലെങ്ത്തുള്ള ഉടുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കുക, ഷോൾഡർ മുതൽ നീ ലെങ്ത്ത് വരെ മതി. അപ്പോൾ നമുക്ക് ഫുള്ള് ലെങ്ത്ത് പറഞ്ഞാൽ ആ ലെങ്ത്ത് ആവും. പിന്നെ ബോഡി ലെങ്ത്ത് പറഞ്ഞാൽ ഇവിടെ ഈ അരഭാഗമല്ലേ, ഈ അരഭാഗത്തിൻ്റെ അവിടെ വരെയാണ്, ഷോൾഡർ മുതൽ അരഭാഗം വരെയുള്ള ലെങ്ത്തിനാണ് ബോഡി ലെങ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ ഷോൾഡർ ഈ സ്ലീവ് തുടങ്ങണ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്താണ് ഷോൾഡർ. ഒരു കൈ തുടങ്ങുന്നത് മുതൽ മറ്റേ കൈ തുടങ്ങുന്നത് വരെ എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ആം ഹോൾ എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ ഇവിടെ വട്ടത്തിൽ, കൈ നീട്ടി പിടിച്ചിട്ട് കയ്യിൻ്റെ ഇവിടെ വട്ടത്തിലെടുക്കുന്നതിനാണ് ആം ഹോൾ എന്ന് പറയുന്നത്. പിന്നെ ചെസ്റ്റ് റൗണ്ടാണ് പിന്നുള്ളത്. ചെസ്റ്റ് റൗണ്ട് പറഞ്ഞാൽ നമ്മൾ ഈ കൈ കുറച്ച് അകത്തി പിടിച്ചിട്ട് ഈ മാറിൻ്റെ വീതിക്കാണ് പറയണത് ചെസ്റ്റ് റൗണ്ട്. പിന്നെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അരഭാഗത്തിൻ്റെ വീതി കുറഞ്ഞ ഭാഗത്തിനാണ് വേസ്റ്റ് റൗണ്ട് പറയണത്. പിന്നെ നമുക്ക് സ്ലീവ് ലെങ്ത്താണ് വേണ്ടത്. നമ്മൾ ഷോൾഡർ ഇവിടെ എവിടെയാണോ കൊടുത്തത്, ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് കൈ എത്ര വരെ ലെങ്ത്താണോ വേണ്ടത് അതിനാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത്. പിന്നെ ഫുൾ സ്ലീവ് കൊടുക്കണവർക്ക് ഫുൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കാം, ഹാഫ് സ്ലീവ് കൊടുക്കണവർക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ പിന്നെ സ്ലീവ് വിടുത്താണുള്ളത്. ഈ സ്ലീവ് വിടുത്ത് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിന് എത്രയാണോ നമ്മൾ ലെങ്ത്ത് കൊടുത്തത് അവിടുത്തെ ലാസ്റ്റത്തെ വിടുത്താണത്. അപ്പോൾ അത് സ്ലീവിൻ്റെ ബോട്ടം വിടുത്ത് എന്ന് പറയലുണ്ട് ചിലവർ. അപ്പോൾ നമ്മൾ എവിടെ ചിലപ്പോൾ മുക്കാൽ കൊടുക്കണവർക്ക് ഇവിടുത്തെ റൗണ്ടിനുള്ള റൗണ്ടാണ് ഈ വിടുത്ത്, അല്ലെങ്കിൽ അര കൊടുക്കണവർക്ക് ഇവിടുത്തെ റൗണ്ടിലാണ് ഈ വിടുത്ത് എടുക്കൽ. പിന്നെ നമുക്ക് ഈ ബീസപ്പ് എന്ന് പറഞ്ഞാൽ സ്ലീവിൻ്റെ ഈ തൊടഭാഗമല്ലേ, ഇതിൻ്റെ ഇവിടുത്തെ വട്ടത്തിനാണ് ഈ ബീസപ്പ് എന്ന് പറയുന്നത്. അത് ചിലവർ സ്ലീവ് വിടുത്ത് ബോട്ടം വിടുത്ത് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അടിഭാഗത്തും മേൽഭാഗത്തും കൊടുക്കലുണ്ട്. അപ്പോൾ അതിനാണ് ബീസപ്പ്, സ്ലീവിൻ്റെ മുകൾ ഭാഗം വീതി കൂടിയ ഭാഗത്തിനാണ് ബീസപ്പ് എന്ന് പറയുന്നത്. പിന്നുള്ളത് നമുക്ക് നെക്കാണ് വേണ്ടത്. നെക്കിൻ്റെ വിടുത്ത് പറഞ്ഞാൽ ഇവിടെയാണ്, ഇതാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് ഇവിടെ അകലം വേണ്ടത്, നമ്മൾ ചിലർ നല്ല അകലെടുക്കും, ചിലർ കുറച്ച് അകലെടുക്കും. അപ്പോൾ എത്രയാണോ അകലം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് നെക്ക് വിടുത്ത് കിട്ടും, നെക്കിൻ്റെ വിടുത്ത്. പിന്നെ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്ര ലെങ്ത്ത് വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഈ ഷോൾഡർ മുതൽ ഇവിടെ വരെ ലെങ്ത്ത് നോക്കും. അപ്പോൾ അതിനാണ് നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അളവെടുത്തിട്ട് ഉടുപ്പിൻ്റെ മുകൾ ഭാഗത്തിന് മാത്രം ബോഡി പാർട്ട് എന്നാണ് പറയല്. അപ്പോൾ അത് മാത്രം ഞാൻ കട്ട് ചെയ്യണത് കാണിക്കാം. അപ്പോൾ നമുക്ക് ബോഡി ലെങ്ത്ത് എന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ബോഡി ലെങ്ത്ത് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെയാണ്, അരഭാഗം വരെയാണ്. ഷോൾഡർ പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെ. അപ്പോൾ ഈ ബോഡി ലെങ്ത്ത് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇവിടെ വരെ. പിന്നെ നമ്മൾ ഇവിടെയും തയ്ക്കും. ഈ അരഭാഗത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ പാർട്ട് നമ്മൾ ഇതിമ വെച്ച് തയ്ക്കൂല. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം, ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അതിനാണ് ബോഡി ലെങ്ത്തിന് 1 ഇഞ്ച് കൂട്ടണത്. പിന്നെ ഷോൾഡർ പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. അപ്പോൾ ഈ ഷോൾഡർ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ക്ലോത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കില്ല. കാരണം ഇത് നമ്മൾ ഷോൾഡറിന് നമ്മൾ ഇങ്ങനെ 2 മടക്കണതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും ഈ ഷോൾഡറിനെ. അപ്പോൾ ഈ ഷോൾഡറിന് 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/4 ഇഞ്ച് കൂട്ടി കൊടുക്കും. കാരണം തയ്യൽ തുമ്പാണ് 1/4 ഇഞ്ച്. അപ്പോൾ അത് കൂട്ടി കൊടുക്കണം ഷോൾഡറിന്. പിന്നെ നെക്ക് വിടുത്താണുള്ളത്. നെക്ക് വിടുത്ത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടായതുകൊണ്ട് ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 1/4 ഇഞ്ച് കുറച്ച് കൊടുക്കുക. ഇത് ഞാൻ
ഈ പേപ്പർ ഞാൻ ഒരു 5 ഏജായ കുട്ടീൻ്റെ അളവാണ്. അപ്പോൾ ഞാനിതിൽ നിങ്ങൾക്ക് മെഷർ ചെയ്തുകൊണ്ട് കാണിച്ചതാണ്. ഈ ബോഡി ലെങ്ത്ത് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 9 ഇഞ്ചാണ് 5 വയസ്സായ കുട്ടിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് 10 ഇഞ്ച് ഇട്ട് കൊടുത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിൽ 10 ഇവിടേക്ക് കൊടുക്കാനുള്ളത്, ഈ ലെങ്ത്ത് ഇട്ടാം. പിന്നെ ഷോൾഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 9ആണ്. ഈ 9 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്ലസ് 4 ഇഞ്ച് അതിലേക്ക് കൂട്ടി കൊടുത്തതാണ് 4.25. നെക്ക് നമ്മൾ എത്രയാണോ വിടുത്തുള്ളത് ആ വിടുത്തിന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്, അപ്പോൾ 4.5 നമുക്ക് വിടുത്ത് കിട്ടിയിട്ടുള്ളത്. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തിക്കണേ 4 ഇഞ്ച് കുറച്ചിക്കണേ. കാരണം എന്താ വെച്ചാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 ഇഞ്ച് ഇങ്ങോട്ട് കുറക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് തയ്യൽ തുമ്പാക്കിയിട്ടാണ് ഇടാനുള്ളത്. ഇവിടെ ഈ 4 ഇഞ്ച് ഇട്ടേക്കണ് 2 ഇഞ്ച്. പിന്നെ നെക്ക് ലെങ്ത്തും അതുപോലെ 4 ഇഞ്ച് പ്ലസ് ചെയ്യാണ് ചെയ്യണത്. കാരണം ലെങ്ത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് അവിടെ സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ളതാണ്. ആം ഹോൾ എത്രയാണോ കിട്ടിയത് ആ കിട്ടിയതിന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് 1/2 ഇഞ്ച് പ്ലസ് ചെയ്യാനുള്ളതാണ്. പിന്നെ ചെസ്റ്റ് റൗണ്ട് നമുക്ക് എത്രയാണ് കിട്ടിയത്, ചെസ്റ്റ് റൗണ്ട് പറഞ്ഞാൽ ഇവിടെ ആം ഹോൾ പറഞ്ഞാൽ മനസ്സിലായില്ല. ആം ഹോൾ പറഞ്ഞാൽ ഈ ഒരു കൈക്കുഴിൻ്റെ ഭാഗം നമുക്ക് എത്രയാണോ കിട്ടിയത് ആ കിട്ടിയതിന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം ചെയ്യൽ. പിന്നെ ചെസ്റ്റ് റൗണ്ട് പറഞ്ഞാൽ ഇവിടെ കൈക്കുഴിൻ്റെ കൈ കണ്ട് നിർത്തി വെച്ചിട്ട് റൗണ്ടിലെടുക്കണതാണ് ചെസ്റ്റ് റൗണ്ട്. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആദ്യം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കണം. ഈ 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കണത് എന്തിനാ വെച്ചാൽ നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ ലൂസിനും 1 ഇഞ്ച് തയ്യൽ തുമ്പിനാണ് കൂട്ടി കൊടുക്കുന്നത്. ഇനി അത്ര 1/2 ഇഞ്ച് നമുക്ക് ലൂസിന് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഇഞ്ച് ഇട്ട് കൊടുത്താലും മതി. 4 ഇഞ്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ടാപ്പിലാണെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് 1 ഇഞ്ചിൻ്റെ ലൂസ് വരും എല്ലായിടത്തും. നേരെ മറിച്ച് 1/2 ഇഞ്ച് ഇട്ട് കൊടുത്താൽ 2 ഇഞ്ചിൻ്റെ ലൂസ് വരും. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇത്ര ലൂസ് മതി, നമ്മൾ അളവിനേക്കാൾ ഇത്ര ലൂസ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4 ഇഞ്ച്, അപ്പോൾ 1.25 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 1.5 ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ വേസ്റ്റ് റൗണ്ടും നമുക്ക് കിട്ടിയതിൻ്റെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കുക. നല്ല ലൂസ് വേണമെന്നുള്ളവർക്ക് 1.5 ഇഞ്ച് കൂട്ടിയാൽ മതി. കുറച്ച് ലൂസ് മതി എന്നുള്ളവർക്ക് 1.25 ഇഞ്ച് കൂട്ടിയാൽ മതി. പിന്നെ നമുക്ക് ഞാൻ ഇവിടെ എഴുതിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഈ ഉടുപ്പിൻ്റെ മുകൾ ഭാഗം നമുക്ക് ബോഡി പാർട്ട് ഫുള്ളായില്ലേ. അപ്പോൾ ഈ ബോഡി പാർട്ടിൻ്റെ അടിയിലേക്ക് നമ്മൾ ഉടുപ്പിൻ്റെ സ്കേർട്ട് പാർട്ട് എന്നാണ് പറയല്. അപ്പോൾ ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് ജസ്റ്റ് നമുക്ക് നമ്മളെ ശരീരത്തിന് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഫുൾ ലെങ്ത്ത് എടുക്കും. എങ്ങനെയായാലും ഒരു ആൾ വന്നാൽ എങ്ങനെയായാലും നമുക്ക് എത്ര ഉടുപ്പ് വേണ്ടത് ആ ഉടുപ്പ് നമുക്ക് ഇത്ര 3/4 ഇറക്കം വേണ്ടത് വെച്ചാൽ 3/4 നമ്മൾ ഈ ഷോൾഡർ മുതൽ 3/4 വരെ നമ്മൾ എടുക്കും. അപ്പോൾ അതിന് ഫുൾ ലെങ്ത്ത് അറിയും. പിന്നെ അടി വരെ ഇറക്കമാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഫുൾ ലെങ്ത്തിൽ ഷോൾഡർ മുതൽ എടുക്കും. പിന്നെ നമ്മൾ എടുക്കൽ ബോഡി ലെങ്ത്താണ്. അപ്പോൾ ഈ ബോഡി ലെങ്ത്ത് എന്ത് ചെയ്യുക, ഈ ഫുൾ ലെങ്ത്തിൽ നിന്ന് കുറച്ച് കൊടുക്കണം ചെയ്യൽ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫുൾ ലെങ്ത്ത് നിന്ന് ബോഡി ലെങ്ത്ത് കുറച്ചാൽ, ബോഡി പാർട്ട് കുറച്ചാൽ നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ടിൻ്റെ ലെങ്ത്ത് കിട്ടും. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഇവിടെ വരെ ടാപ്പ് വെച്ച് ഇവിടുന്ന് ടാപ്പ് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് അളക്കണമല്ലുണ്ട്. അപ്പോൾ അത് കുറക്കേണ്ട ആവശ്യമില്ല. ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്. കാരണം ഈ ഷോൾഡർ മുതൽ നമ്മൾ എത്രയാണോ ബോഡി ലെങ്ത്ത് വേണ്ടത്, ചിലർക്ക് മുകൾക്ക് വേണമെന്ന് പറയും. കാരണം അധികം മുകൾക്ക് ആയി കിടക്കുന്ന ഞെറിവൊക്കെയല്ലേ. അപ്പോൾ ആ മുകളിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇങ്ങോട്ടുള്ള ലെങ്ത്തും വേറെ എടുക്കലുണ്ട്. അപ്പോൾ ഞാനതിന് സ്കേർട്ട് ലെങ്ത്തും ബോഡി ലെങ്ത്തും വെച്ചിട്ട് എഴുതി കൊടുക്കലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്യണത് കാണിക്കാം. പിന്നെ ഒരാളെ ബോഡിയിൽ അളവെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, അതിനാണ് ഞാൻ ഈ ഡമ്മി എടുത്തത്. നമ്മൾ ഈ ചെസ്റ്റ് റൗണ്ടൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട്, ഇതിപ്പോൾ ആം ഹോളിൻ്റെ നമ്മൾ ഈ കൈക്കുഴിൻ്റെ ഇവിടെ ചെസ്റ്റ് റൗണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. നമ്മൾ ഈ ഒരു 2 വിരൽ ഇതിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെയാണ് പിടിക്കാനുള്ളത്. കാരണം ഇതിവിടെ അമർത്തി വെക്കാൻ പാടില്ല, അപ്പോൾ ടൈറ്റായി പോകും അളവ്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 വിരൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയാണ് എടുക്കാനുള്ളത്. അപ്പോൾ 16.5 കിട്ടും. അതേപോലെ നമുക്ക് വേസ്റ്റ് റൗണ്ടും അതേപോലെ ഇങ്ങനെ പിടിക്കുക. അതുപോലെ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കൈ തുടങ്ങുന്നത് മുതൽ ഒരു കൈ തുടങ്ങുന്നത് വരെ ഷോൾഡർ. കൈ രണ്ടും പൊന്തിച്ച് പിടിച്ചിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ റൗണ്ടിൽ പിടിക്കുന്നതാണ് ചെസ്റ്റ് റൗണ്ട്. പിന്നെ അരഭാഗത്തിൻ്റെ വീതി കുറഞ്ഞ ഭാഗം വേസ്റ്റ് റൗണ്ട്. പിന്നെ ഹിപ്പിൻ്റെ ഈ ഭാഗമാണ് ഹിപ്പ് റൗണ്ട്.
പിന്നെ നമുക്ക് ഹിപ്പിൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഷോൾഡർ വരെ ഹിപ്പ് ലെങ്ത്ത്, അതുപോലെ ബോഡീൻ്റെ ഈ ലെങ്ത്ത് മുതൽ അരഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഷോൾഡർ വരെയാണ് ബോഡി ലെങ്ത്ത്. അപ്പം ഇനി നമുക്ക് ഈ ഒരു 5 വയസ്സായ കുട്ടീൻ്റെത് ഈ ക്ലോത്തിൽ നമുക്ക് ഞാൻ വെട്ടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബോഡി ലെങ്ത്ത് വന്നിട്ട് മെഷർ ചെയ്തിട്ടൊക്കെ കിട്ടിയത് 10 ഇഞ്ചായിരുന്നു. നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്താം. ഒരു 10 ഇഞ്ചിൽ നമുക്ക് ആദ്യം വരച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഷോൾഡർ വന്നിട്ട് 4.25 അപ്പോൾ ഇതിൽ ഇങ്ങോട്ടൊരു വരച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ആം ഹോളാണ് അടയാളപ്പെടുത്തുള്ളത്. ആം ഹോൾ 5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5 ഇങ്ങോട്ടാണ് ഇവിടേക്ക്. പിന്നെ ഈ ആം ഹോളിൻ്റെ ഈ വരമലാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താറുള്ളത്. ചെസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള 7.5 ഇഞ്ചായിരുന്നു. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ഇങ്ങോട്ട് ഇതിൽ അടയാളപ്പെടുത്തുക 7.5. അപ്പോൾ 7ൽ എപ്പോഴും നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യുക, 1 ഇഞ്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. കാരണം നമുക്ക് ഇവിടെയാണ് തയ്ച്ച് പോകാനുള്ളത്. അതുപോലെ നമുക്ക് ഇനി അടയാളപ്പെടുത്തുക വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 6.25 അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 1 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. കാരണം ഇവിടെ നമുക്ക് തയ്ച്ച് പോകാനുള്ളതാണ്. ഞാൻ പറഞ്ഞ നമുക്ക് അര ഇഞ്ച് ലൂസ് വേണ്ടിയെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ 1/4 ഇഞ്ച് കൂടി നമുക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക, ഒന്നുകൂടി ടൈറ്റാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ചൊക്കെ ഒരു ലൂസിൽ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാൽ മതി. അല്ലെങ്കിൽ ഒരു 1.25 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കുറച്ച് ടൈറ്റാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് നെക്കിൻ്റെ പോർഷനാണ് വരുന്നത്. നെക്കിൻ്റെ വിടുത്ത് വന്നിട്ട് 2 ഇഞ്ചാണ്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 3.25 ഇഞ്ചാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചതുരത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ ഒക്കെ വരച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വട്ടത്തിൽ വരച്ച് കൊടുക്കാം. പിന്നെ ഇനി ഇതിവിടെ കൂടിച്ചേർന്നില്ല. അപ്പം ഇനി നമുക്ക് ഇവിടെ ഒരു കർവ് വരച്ച് കൊടുക്കാം. ഇവിടെ അധികം നമ്മൾ 1 ഇഞ്ച് ഇട്ടിട്ടാണ് ഈ കർവ് വരച്ച് കൊടുക്കൽ. നമുക്ക് ഇത് ഇവിടെ വരച്ച് കൊടുക്കാം. നമുക്ക് ഇതിൽ പറയാത്തൊരു മെഷർമെൻറ്റ് എന്താ ഉള്ളത് വെച്ചാൽ, ഇവിടെ ഒരു അര ഇഞ്ച് നമുക്ക് ചെരിച്ച് വെട്ടി കൊടുക്കാണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഷോൾഡർ എങ്ങനെയായാലും ചെരിച്ചാണ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കൽ. അപ്പോൾ ഷോൾഡർ നമുക്ക് ചെരിച്ച് വെട്ടി കൊടുക്കാണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് 1 ഇഞ്ച് കയറ്റി വെട്ടി കൊടുക്കാണ്ട്. അത് ഇവിടുന്ന് ഇങ്ങനെ കർവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക 1 ഇഞ്ച്. അപ്പോൾ ഇനി പിന്നെ അതുപോലെ ഇവിടെ ഇത് ഫ്രണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്തിന് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് ഈ ഒരു അര ഇഞ്ചിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊണ്ടുവരാണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടിന് മാത്രമാണ്. ബാക്ക് പാർട്ട് ഇവിടെ തന്നെയാണ് വെട്ടി കൊടുക്കൽ. അപ്പോൾ നമുക്കിതിൽ അടയാളപ്പെടുത്തുക ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് അതിലേക്ക് നമ്മൾ ഫ്രണ്ട് നെക്കിന് നമ്മൾ 3/4 ഇഞ്ച് കൂട്ടിയില്ലേ, 1/4 ഇഞ്ച് കൂട്ടിയില്ലേ, അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കിന് നമ്മൾ 1.5 വേണ്ടത് വെച്ചാൽ 1/4 ഇഞ്ച് കൂട്ടി കൊടുക്കുക, 1.25 ആക്കുക. അതുപോലെ ഇതിമന്ന് ഇങ്ങോട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെയാണ് കട്ട് ചെയ്യൽ ബോഡി പാർട്ട്. അപ്പോൾ നമുക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ആദ്യം രണ്ടും ഒരുപോലെ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഫ്രണ്ടിനൊക്കെ ആദ്യം നമ്മൾ ഈ ബാക്കിനൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക, 2 ക്ലോത്ത് കൊടുത്തിട്ട്. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടത്ത് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് ഈ ഒരു അര ഇഞ്ച് താഴത്ത് കെട്ടില്ല അത് കട്ട് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം,
അപ്പോൾ നമ്മൾ ഈ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അടയാളം വെച്ചില്ലേ, ഈ ഒരു അടയാളത്തിൽ നമ്മൾ ജസ്റ്റ് ഒരു അടയാളം വെച്ച് കൊടുക്കണം. കാരണം നമുക്ക് ഇനി അതിന്മേൽക്കൂടിയാണ് തയ്ച്ച് കൊടുക്കാനുള്ളത്, അതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ നമുക്ക് കിട്ടി, ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഈ ഒരു അടയാളത്തുമ്പോൾ കൂടിയാണ് ഇങ്ങോട്ട് തയ്ച്ച് കൊടുക്കാനുള്ളത്. അത് നമുക്ക് ജസ്റ്റ് വരച്ച് കൊടുക്കണം, നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബോഡി പാർട്ട് കട്ട് ചെയ്യൽ. ഈ ബോഡി പാർട്ട് സാധാരണ ഉള്ള ഒരളവാണ്. ഇത് എല്ലാവരുടെ ബോഡി പാർട്ടിനും ഇങ്ങനെ അളവെടുത്തുകൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതിമേലൂടെയാണ് നമ്മൾ പല മോഡലും ആക്കി കൊടുക്കൽ. നമുക്ക് കോളർ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെക്ക് ഇങ്ങനെ ഇത്ര കട്ട് ചെയ്യരുത്, ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ. നെക്ക് അപ്പോൾ നമ്മൾ 2 2.5 ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കോളർ വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ സ്ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 2.5 ഇഞ്ച് കഴിച്ചിട്ട് ആ 2.5 ഇഞ്ചിക്ക് നമ്മൾ സ്ട്രാപ്പ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഷോൾഡർ ഇല്ലാതെ ഇവിടെ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു കയറിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെരിച്ച് വെട്ടിയിട്ട് കയറിട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ആലിയ കട്ടിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 4 ഇഞ്ച് ഇട്ടിട്ട് ഇവിടേക്ക് ഇവിടേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഞെറിട്ട് കൊടുക്കണം. അതൊക്കെ ഞെറിട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് പല സ്കേർട്ട് പാട്ടിന് ചെറിയൊരു മാറ്റം വരുത്താണ്ട്. പിന്നെ നമ്മൾ ഷർട്ടിൻ്റെ കോളറിന് ഷർട്ട് പോലെയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒരു 1.5 ഇഞ്ച് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നമുക്ക് ഈ ഒരു ലെങ്ത്ത് ഇത്ര വേണ്ട, കോളറിൻ്റെ ലെങ്ത്ത് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ സ്കൂൾ യൂണിഫോമിൻ്റെ കോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒരു 4 ഇഞ്ച് ഇട്ടിട്ടാണ് കട്ട് ചെയ്യൽ. അങ്ങനെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഈ ഒരു വിടുത്തൊക്കെ ഇതുപോലെ തന്നെ ആവും. പിന്നെ നമുക്ക് സ്കേർട്ട് പാർട്ട് കുറച്ച് മേലെ നിന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോഡി പാർട്ട് ചെസ്റ്റിൻ്റെ ഇവിടെ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇവിടെ തന്നെ ഞെറിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു അളവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോസായിട്ട് അടുത്ത പാർട്ടിൽ കാണാം.